ഇന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നതുപോലെ തന്നെ ദേശീയ തലത്തിൽ രണ്ട് തെരഞ്ഞെടുപ്പുകൾ നടന്നു. അതിലൊന്ന് നടന്നത് മഹാരാഷ്ട്രയിലും മറ്റൊന്ന് ജാർഖണ്ഡിലുമാണ്. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം നിവർന്നു നിൽക്കാൻ കഴിയാത്തവണ്ണം തകർന്ന് തരിപ്പണമായി. ജാർഖണ്ഡ് തൽക്കാലം അഭിമാനം രക്ഷപ്പെടുത്തി. മഹാരാഷ്ട്രയിലെ തോൽവിയെക്കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. രാഹുൽ മുന്നോട്ട് വെക്കുന്ന സാധാരണക്കാരൻ്റെ രാഷ്ട്രീയം മറികടന്ന് അതിനപ്പുറത്ത് ചില പ്രത്യേക സമുദായങ്ങളെ ഒപ്പം നിർത്തിയാൽ പിടിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്ന വളരെ തകർന്നുപോയ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗവും നഷ്ടവും കൂടിയാണ് മഹാരാഷ്ട്ര. ഹരിയാനയിൽ നിന്ന് പോലും നേതൃത്വം ഇതിൽ പാഠം പഠിച്ചില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. മഹാരാഷ്ട്ര വലിയ സാമ്പത്തിക സ്രോതസ്സുള്ള ഒരു സംസ്ഥാനമാണ്. അവിടുത്തെ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതുമാണ്. അവിടെ 2 മാസം മുമ്പ് വരെ മഹാവികാസ് അഘാഡിക്ക് എല്ലാവിധ മുൻതൂക്കവും ഉണ്ടായിരുന്നു, എഡ്ജും ഉണ്ടായിരുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും നിർണായകമായി MP-മാരെ വിജയിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു മഹാരാഷ്ട്ര. എന്നാൽ വളരെ പെട്ടെന്നാണ് മഹാരാഷ്ട്രയുടെ സ്ഥിതി ഈ മൈക്രോ ലെവൽ മാനേജ്മെൻറ്റ് കൊണ്ട് മാറ്റിമറിച്ച് കളഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി എല്ലായിടവും നടന്ന് പ്രചരണം നടത്തുന്നത് 2 കാര്യങ്ങളിലാണ്. ഒന്ന് ഭരണഘടനയും, 2 OBC സംവരണവും, ദേശീയ സെൻസസും. എന്നാൽ ഈ 2 കാര്യങ്ങളെയും പല സംസ്ഥാനങ്ങളിലും പല താല്പര്യക്കാരായ നേതാക്കളും മുക്കിവെക്കുകയായിരുന്നു. ഹരിയാനയിൽ ജാട്ടുകാരെ വെച്ച് കളിക്കാമെന്ന് വിചാരിച്ചു. ജാട്ടുകാരെ ഒപ്പം നിർത്തി. എന്നാൽ BJP ചെയ്തതോ ആ ഒപ്പം നിർത്തിയവരെ കോൺഗ്രസ്സിന് കൊടുത്തു. മറുവശത്ത് ബാക്കി വിഭാഗങ്ങളെയെല്ലാം ഏകോപിപ്പിച്ചു. എന്നിട്ട് ജാട്ട് വിഭാഗത്തിൽപ്പെടുന്ന കുറച്ച് സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായി ഒപ്പം നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നതിലൊരർത്ഥവുമില്ല. അവരുടെ ജാതിയുടെ കാര്യം വന്നപ്പോൾ അവരുടെ ജാതിയിൽപ്പെട്ട സ്ഥാനാർത്ഥിക്ക് അവർ വോട്ട് ചെയ്തു. ഒപ്പം ആരുടെ പക്ഷത്താണോ മറുവശത്ത് ആളുകളുള്ളത് അവരെല്ലാവരും കോൺഗ്രസ് സഖ്യത്തിനെതിരെയും വോട്ട് ചെയ്തു. മഹാരാഷ്ട്രയിലും സംഭവിച്ചത് അതുതന്നെയാണ്. മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് മറാത്ത ജനങ്ങളുടെ സംവരണവും അത്തരം വിഷയങ്ങളും ഉയർത്തിക്കാട്ടി മറാത്ത വിഭാഗത്തെ ഒപ്പം നിർത്തിയാൽ എല്ലാം തികയുമെന്ന് മഹാവികാസ് അഘാഡി കണക്ക് കൂട്ടി. എന്നാൽ അവിടെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് BJP ശ്രമിച്ചു. ആ അർത്ഥത്തിൽ വളരെ കൃത്യമായ പോളറൈസേഷനുള്ള സന്ദേശങ്ങളാണ് പ്രധാനമന്ത്രിയുടെ യോഗങ്ങളിലും പ്രസംഗങ്ങളിലുമൊക്കെ കൊടുത്തത്. പ്രധാനമന്ത്രിയുടെ ഈ വികാരവും അല്ലെങ്കിൽ ചിത്രവും അല്ലെങ്കിൽ അമിത്ഷയുടെ ചിത്രവും തന്ത്രങ്ങളും ഒന്നുമല്ല കാര്യങ്ങൾ താഴെത്തട്ടിൽ മാനേജ് ചെയ്യാൻ RSS തയ്യാറാണെന്നും അതിന് കാര്യങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ അവർ കൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇത്രയും വലിയ റിസൾട്ട് ഉണ്ടായത്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം വിചാരിച്ചത് ഈ മറാത്ത വിഭാഗത്തെ ഒപ്പം നിർത്തുന്നതിലൂടെ എല്ലാം റെഡിയായി, അവർ വലിയ പ്രമാണിമാരാണ്, സമ്പന്നരാണ്, അവരൊക്കെ ഇങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ തെളിഞ്ഞും വിളഞ്ഞും നിൽക്കുന്നവരാണെന്നാണ് വിചാരിച്ചത്. എന്ന് പറഞ്ഞാൽ കൃത്യമായി രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ അജണ്ട അട്ടിമറിക്കപ്പെട്ടു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടുത്തെ സീറ്റ് വിഭജനത്തിൽ പോലും രാഹുൽ അസ്വസ്ഥനായിരുന്നുവെന്ന് വാർത്തകളിൽ കണ്ടിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് ഉറപ്പായും ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ പോലും പലർക്കും വിട്ടുകൊടുത്തു. ആ വിട്ടുകൊടുത്തതെല്ലാം തിരിച്ചടിയായെന്ന് മാത്രമല്ല, മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന ആ സഖ്യം ഒരു മറാത്ത ജനങ്ങളുടെ മാത്രമാവുകയും ബാക്കിയുള്ള ജനവിഭാഗങ്ങൾ മുഴുവൻ ഈ പറയുന്നത് പോലെ മറുസഖ്യകക്ഷിയിൽ BJPയും ശിവസേനയും നയിക്കുന്ന സഖ്യകക്ഷിയിൽ അംഗങ്ങളാവുകയും വോട്ട് ചെയ്യുകയും ചെയ്തു എന്നതാണ് അവിടുത്തെ ഒരു ഫലം. ഇത് ദേശീയ തലത്തിൽ ഇനിയും കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം പല സ്ഥലങ്ങളിലും രാഹുൽ ഒറ്റയ്ക്ക് ഭരണഘടനയും ഈ പറയുന്ന ജാതി സെൻസസും ഒക്കെ ഉയർത്തുമ്പോൾ നമ്മുടെ കേരളത്തിലടക്കം പ്രധാനപ്പെട്ട ആളുകളെല്ലാം അത് മുക്കിയും താഴ്ത്തിയും വെച്ചിരിക്കുകയാണ് എന്നതാണ് ഒരു സ്ഥിതിവിശേഷം. അതിനൊരു ഗുണപാഠമുണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന്.